പുറത്തുനിന്ന് ഷവർമ കഴിക്കാത്തവരാരൊക്കെയുണ്ട്? ഞാനങ്ങനെയാ, പുറത്തുനിന്ന് കഴിക്കാറേ ഇല്ല. അത് പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ, എനിക്ക് ആ ടേസ്റ്റ് അത്ര പിടിക്കില്ല. പക്ഷേങ്കിൽ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരുപാട് കഴിക്കും. കാരണം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കുകയും ചെയ്യാം, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇല്ലാണ്ട് എന്ത് ഷവർമ അല്ലേ? ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ളതായതുകൊണ്ട് 1 ടേബിൾ സ്പൂണേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ തൈര് ചെറുതായിട്ടൊന്ന് മോരായി പോയിട്ടുണ്ട്. രണ്ടായാലും ഗുണം ഒന്ന് തന്നെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിടുന്നത് കാശ്മീരി ചില്ലി ആണെങ്കിലും കുരുമുളക് പൊടി ഇട്ടതുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതായിരിക്കും. ഇനി സമയമില്ലെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാനിതെന്തായാലും ഒരു 10-15 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുക്കണ്ട. വെളിച്ചെണ്ണ എടുത്താൽ ഒരു നാടൻ ടേസ്റ്റ് ആയിരിക്കും. നമുക്കതല്ലല്ലോ വേണ്ടത്, ഷവർമയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓയിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. രണ്ടിലേതായാലും ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ എണ്ണയിലേക്ക് ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ടും കുട്ടി കുട്ടി പീസ് ആയതുകൊണ്ടും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. കുറച്ച് സമയം മതി. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ ചൂടാറിയ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പെട്ടെന്ന് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മയോണൈസിനേക്കാളും എന്തുണ്ട് നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതിപ്പോൾ 3 മുട്ടേൻ്റെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞ എടുക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ എനിക്ക് മഞ്ഞ ഇല്ലാണ്ട് വെള്ളം മാത്രം എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ തന്നെ പഞ്ചസാര, പിന്നെ 1/4 ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ വിനാഗിരി. ഇനി വിനാഗിരി ഇല്ലേ കുഴപ്പമൊന്നുമില്ല, നാരങ്ങ നീര് ഒഴിച്ചാലും മതിയാവും. രണ്ടിലേതെങ്കിലും ഒന്ന് മതി. പിന്നെ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണേ. ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ബട്ടർ ഒഴിവാക്കി കളയാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പാലില്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഇതാ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ? സിമ്പിൾ മാത്രമല്ല, നല്ല ഹെൽത്തിയും കൂടെയാണ്. മയോണൈസും റെഡിയായി, ചിക്കനും റെഡിയായി. ഇനി നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഒന്ന് റെഡിയാക്കിയാലോ? ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലാണ്ട് എന്ത് ഷവർമ അല്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഫ്രോസൺ ഫ്രൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഫ്രോസൺ ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്രഞ്ച് ഫ്രൈസ് ഒന്നെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ എയർ ഫ്രയറിൽ റെഡിയാക്കി എടുത്താലും മതിയാവും. ഇതിപ്പോൾ 180-ൽ 20 മിനിറ്റാണ് വെച്ചിട്ടുള്ളത്. 20 മിനിറ്റ് കൊണ്ട് നല്ല ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ്. നമ്മളിപ്പോൾ ഉള്ളിയും ക്യാബേജും തക്കാളിയും ഇത് 3 മാത്രമേ എടുത്തിട്ടുള്ളൂ. വെജിറ്റബിൾസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളീൻ്റെ പകുതി അതിൻ്റെ കുരുവൊക്കെ പോക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഒരു ഉള്ളീൻ്റെ പകുതി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പൊക്കെ ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടെങ്കിൽ ക്യാബേജൊക്കെ സ്കിപ്പ് ചെയ്ത് കളയാം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് പുളിയും എരിവും ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് പുളി വേണമെങ്കിൽ കുറച്ചും കൂടെ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം, ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ടെടുക്കാം. എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് കുബൂസിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് കുബൂസ് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണേ.
പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. വീട്ടിൽ നിന്ന് കുബൂസ് ഉണ്ടാക്കാനും എളുപ്പമാണ്, പക്ഷേങ്കിൽ ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ കുബൂസിന് നമ്മൾ ഇതേപോലെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മയോണൈസ് നല്ലപോലെ വെച്ച് കൊടുക്കാം, അപ്പോഴാണ് നല്ല ജ്യൂസി ആയിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഫില്ലിങ് വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഒരുപാട് ചിക്കനൊക്കെ വേണമെങ്കിൽ ഒരുപാട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി അധികം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഈ ഫില്ലിങ്ങിൻ്റെ മുകളിലും അല്പം മയോണൈസ് ആവാം. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ടൊമാറ്റോ സോസ് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. പക്ഷേങ്കിൽ സോസ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും സോസും കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഉപ്പിലിട്ട പച്ചക്കറികളൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് നേരം സുർക്കയിലിട്ടിട്ട് അത് വെച്ച് കൊടുത്താലും മതിയാവും. ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്, പക്ഷെങ്കിൽ അറിയുന്നവർക്ക് ഇത് ഭയങ്കര ഈസിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ പരിപാടിയുള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് ഷവർമ റെഡി ആയില്ലേ. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇതാ നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഷവർമ റെഡി ആയില്ലേ. കുട്ടികൾക്കൊക്കെ ഷവർമ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് അത്യാവശ്യം പേടിയും ഉണ്ടാവും. ഈ തരത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പേടിക്കാതെ നമുക്ക് കുട്ടിക്ക് കൊടുക്കുകയും ചെയ്യാം. കുട്ടികൾ ഒരുപാട് സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്യും. കുട്ടിക്ക് മാത്രമല്ല, ഷവർമ ഇഷ്ടപ്പെടുന്ന വലിയവർക്കും ഇതെന്തായാലും ഇഷ്ടപ്പെടും. എന്നെപ്പോലെ പുറത്തുള്ള ഷവർമേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആളുകളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വീട്ടിലുണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അതെന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.